വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. 74ാമത് റിപ്പബ്ലിക് ദിനം രാജ്യം വർണ്ണാഭമായി ആഘോഷിക്കുന്നു. തിരൂർ താലൂക്ക് ഓഫീസിൽ സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് പതാക ഉയർത്തി. ഓണാഘോഷ പരിപാടികളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും സബ് കളക്ടർ നിർവഹിച്ചു. മാസങ്ങളായി മുടങ്ങിക്കിടന്ന ചമ്രവട്ടം റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ ചോർച്ച അടയ്ക്കുന്നതിന്റെ ഭാഗമായുള്ള കോൺക്രീറ്റ് പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. പൈലിംഗ് ഷീറ്റുകൾ സ്ഥാപിച്ചയിടത്താണ് ആദ്യം കോൺക്രീറ്റ് നടക്കുക. നഗരസഭയുടെ നടപ്പുവർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി താനൂർ നഗരസഭയിൽ ഫലവൃക്ഷ തൈകളും സൗജന്യ പച്ചക്കറി തൈകളും വിതരണം തുടങ്ങി. നഗരസഭാ ചെയർമാൻ പി ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗൂഗിൾ ന്യൂസ് ഇനിഷ്യേറ്റീവും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഫാക്ട് ശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ മാധ്യമ പഠന സ്കൂൾ സംഘടിപ്പിച്ച വിവര സാക്ഷരതയുടെ അടിസ്ഥാനങ്ങൾ എന്ന ഫാക്ട് ചെക്കിംഗ് ശില്പശാലയ്ക്ക് ഫാക്ട് ശാല പരിശീലകൻ YP ഹബീബ് റഹ്മാൻ നേതൃത്വം നൽകി. കേരള ഇലക്ട്രിസിറ്റി കോൺഫെഡറേഷൻ INTUCയുടെ നേതൃത്വത്തിൽ തിരൂർ വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തിരൂർ നഗരസഭാ വൈസ് ചെയർമാൻ P രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വെട്ടം ആലിശ്ശേരി എരയപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. രാവിലെ 5 മണിക്ക് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് മന ജയൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്ന ഗണപതി ഹോമത്തിലും തുടർന്ന് ആനയൂട്ടിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വിസ്ഡം യൂത്ത് സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രൊഫഷൻസ് ഫാമിലി സമ്മേളനം പ്രൊഫേഴ്സിന്റെ ഭാഗമായി ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. കുറ്റിപ്പുറത്ത് നടന്ന പരിപാടി വിസ്ഡം യൂത്ത് സംസ്ഥാന സെക്രട്ടറി താജുദ്ദീൻ സൊലാഹി ഉദ്ഘാടനം ചെയ്തു. കൽപ്പകഞ്ചേരി വളവന്നൂർ ഭാഖഫി യത്തീംഖാന ഹയർ സെക്കൻഡറി NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദത്ത് ഗ്രാമമായ വാർഡ് 4 നിർധനരായ കുടുംബങ്ങൾക്ക് ഉപജീവനം പദ്ധതിയുടെ ഭാഗമായി തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. എടക്കനാട് ദാറുൽ മുസ്തഫ ഇസ്ലാമിക് അക്കാദമി 15ാം വാർഷികം 27, 28, 29 തീയതികളിൽ നടക്കും. ഉദ്ഘാടന സമ്മേളനം, അറിവിൻ നിലാവ്, പണ്ഡിത സംഗമം, പ്രാർത്ഥന സംഗമം, സാംസ്കാരിക സമ്മേളനം, ആർട്സ് ഫെസ്റ്റ്, പൊതുസമ്മേളനം എന്നിവയാണ് 3 ദിവസങ്ങളിലെ പരിപാടികൾ. SKSSF മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ജാലകം എന്ന പേരിൽ താനൂരിൽ എക്സ്പോ സംഘടിപ്പിച്ചു. SKSSF മനുഷ്യജാലികയുടെ ഭാഗമായാണ് ചരിത്രവും വിജ്ഞാനവും നൽകുന്ന എക്സ്പോ സംഘടിപ്പിച്ചത്. അന്തരിച്ച പ്രമുഖ സിനിമാ സംവിധായകനും കാർട്ടൂണിസ്റ്റും കവിയുമായിരുന്ന KP ശശിയെ സൗഹൃദവേദി തിരൂർ അനുസ്മരിച്ചു. ഗുജറാത്ത് കലാപത്തിലെ മോഡിയുടെ പങ്ക് പറഞ്ഞതിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ നീക്കം ചെയ്ത BBCയുടെ ഇന്ത്യ ദി മോഡി ക്വസ്റ്റ്യൻ ഡോക്യുമെന്ററി DYFI താനൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രദർശിപ്പിച്ചു. താനൂരിൽ നടക്കുന്ന മലപ്പുറം വെസ്റ്റ് ജില്ലാ മനുഷ്യജാലികയുടെ പ്രചരണാർത്ഥം SKSSF താനൂർ മേഖലാ കമ്മിറ്റി ജാലിക സന്ദേശ ജാഥ സംഘടിപ്പിച്ചു. കൈപുണ്യത്തിന്റെ വ്യത്യസ്ത രുചികൾ തേടി RJ കോട്ട് സ്കൂൾ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ഷഹനാസ് ടീച്ചർ ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ 25ാം വാർഷികത്തിന്റെ ഭാഗമായി താനൂർ കുടുംബശ്രീ അംഗങ്ങൾ വിമാനയാത്ര നടത്തുന്നു. ചുവട് 2023 ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് താനൂർ കുടുംബശ്രീ CDS ഭരണസമിതി അംഗങ്ങൾ കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വിമാനയാത്ര നടത്തുന്നത്. ഇതോടെ വെട്ടൻ ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.